തീവ്രവാദികൾ സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ ഭീകരമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം ED പുറത്തുവിട്ടത്. പോപ്പുലർ ഫ്രണ്ടാണ് SDP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്നുള്ള രീതിയിലേക്കുള്ള റിപ്പോർട്ടുകൾ പറയുന്നു. അതോടൊപ്പം തന്നെ SDP സാമ്പത്തിക സ്രോതസ് ഈ ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടാണെന്നും അവരുടെ പ്രവർത്തകർ തന്നെയാണ് SDP കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നും ഒരു പ്രോഗ്രാം നടന്നിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിന്റെ സകലമാന കാര്യങ്ങളും അതിന് ചുക്കാൻ പിടിക്കുന്നതും അത് നിയന്ത്രിക്കുന്നതും പോപ്പുലർ ഫ്രണ്ടാണെന്നുള്ള റിപ്പോർട്ട് കൂടി ഇപ്പോൾ ED പുറത്തുവിട്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യവ്യാപകമായിട്ട് ഈ SDP ദേശീയ കാര്യാലയത്തിലടക്കം കേരളത്തിലെ മുഴുവൻ പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലടക്കം ഇപ്പോൾ SDP കാര്യകർത്താക്കളെ പിടിക്കാനും അതോടൊപ്പം വ്യക്തമായിട്ടുള്ള തെളിവുകൾ കണ്ടെടുക്കാനും വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും ED ഇപ്പോൾ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ കൃത്യമായിട്ട് അന്വേഷണം നടത്തി റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, രാജ്യത്തുടനീളം ഭീകരവാദ പ്രവർത്തനത്തിന് കൃത്യമായിട്ടുള്ള ഫണ്ട് ചെയ്തിട്ടുള്ള സംഘടന തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ. വലിയ രീതിയിൽ തന്നെ ഇതിനെ പിന്തുണക്കുന്ന ആളുകളും അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ 13,000-ഓളം ആളുകൾ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി ഒരു ഗംഭീരമായിട്ടുള്ള സാമ്പത്തികം കണ്ടെത്തി ഇങ്ങോട്ട് കൈമാറിയിട്ടുണ്ടെന്ന് കൂടി പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് വ്യക്തമാണ് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായിട്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം തന്നെയാണ് SDP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. അപ്പോൾ അവരെ നിരോധിക്കുക എന്നുള്ള നിലപാടിലേക്ക് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ നീക്കിയിരിക്കുന്നു. അതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കമില്ല. നമ്മൾ ഒരു കാര്യം കൃത്യമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ബോധ്യപ്പെടും. 2002 സെപ്റ്റംബർ മാസം 28 പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യത്ത് നിരോധിക്കുന്നത്. ഈ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് എതിരെ നിൽക്കുന്ന തങ്ങളുടെ ലക്ഷ്യത്തിനെതിരെ നിൽക്കുന്ന ആളുകളെ കൊലപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള നയം. കേവലം ജനങ്ങളെ അടുപ്പിക്കുക എന്നുള്ളതല്ല, അക്രമവാസനയുള്ള ആളുകളെ സംഘടിപ്പിക്കുക, ഒരു കൂട്ടം അക്രമകാരികളെ ഓരോ പ്രദേശത്ത് നിലകൊള്ളിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ആളുകളെ തൽക്ഷണം തന്നെ കൊലപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവർ ചെയ്തിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇവരുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഹൈന്ദവ സംഘടനകൾ തന്നെയായിരുന്നു. ഹിന്ദു സംഘടനകളെ സംബന്ധിച്ച് മതപരിവർത്തനവും അതോടൊപ്പം തന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയും കൃത്യമായിട്ടുള്ള ക്യാമ്പയിനോട് കൂടി വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകൾ തന്നെയാണ്. അത് RSS ആണെങ്കിലും RSSന്റെ കീഴിലുള്ള മറ്റ് സംഘപരിവാർ സംഘടനകളാണെങ്കിലും ഇത് കൃത്യമായിട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ദേശീയവാദികൾക്ക് ഒപ്പം നിന്നുകൊണ്ട് ദേശീയതയെ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന പ്രസ്ഥാനം തന്നെയാണ് BJP. അപ്പോൾ BJPയെ സംബന്ധിച്ച് SDP പോലെയുള്ള ഒരു ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തോ രാജ്യത്തുടനീളം നടക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടോട് കൂടിയുള്ള പ്രവർത്തകരും കാര്യകർത്താക്കളുമാണ് BJPക്കുള്ളത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ SDP പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഘടനകൾ ഓരോ ചലനവും നമ്മുടെ രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസിക്കും അതോടൊപ്പം തന്നെ മറ്റ് ഭരണ സംവിധാനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടി കൃത്യമായിട്ട് BJPയുടെ പ്രവർത്തകരും സംഘപരിവാറിന്റെ പ്രവർത്തകരും തൽക്ഷണം അല്ലെങ്കിൽ ഒരുപാട് വലിയ രീതിയിൽ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിൽ മുഖ്യമായിട്ട് പങ്കുവഹിച്ച തമിഴ്നാട്ടിലെ ഒരു BJP നേതാവിനെ ഈ SDP പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ട്. BJPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന രമേശ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവർ സേലത്ത് വെച്ചുകൊണ്ട് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്. ഇങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ RSSന്റെ തമിഴ്നാടിന്റെ പ്രാന്തകാര്യകർത്താക്കളടക്കം അതോടൊപ്പം തന്നെ കേരളത്തിലെയും കർണാടകയിലെയും RSSന്റെയും BJPയുടെയും കർണാടകയിൽ ബജ്രംഗ് ദളിന്റെ പ്രവർത്തകരെ അടക്കം അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. കൂട്ടത്തിൽ പ്രവീൺ നെട്ടാരു എന്ന് പറയുന്ന മംഗലാപുരത്തുള്ള ഒരു യുവമോർച്ച നേതാവിനെ കൊലപ്പെടുത്തുന്നതിനായിട്ടും ഇവർ വലിയ രീതിയിൽ തന്നെ ഇവരുടെ കലാപരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ രീതിയിലുള്ള കൊടി കീറുന്നതോ ഫ്ലക്സ് പൊളിക്കുന്നതുമായിട്ടുള്ള ചെറിയ സംഘർഷം ഉണ്ടാക്കുക, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിൽ നേതൃത്വം കൊടുക്കുന്ന അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എതിരെ നിൽക്കുന്ന ഹിന്ദു സംഘടനയുടെ നേതാക്കന്മാരെ തന്നെ തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് രാജ്യത്തുടനീളം ഇവർ അവരുടെ ജിഹാദി ഗ്രൂപ്പുകളെ വലിയ രീതിയിൽ വികസിപ്പിച്ചെടുക്കാനായിട്ട് നിരന്തരമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാജ്യത്ത് SDP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നുണ്ടെങ്കിലും അതിൽ കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ട് അതിന് നിർദ്ദേശം കൊടുക്കും. അവർ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിയാണ് SDP സ്ഥാനാർത്ഥിയായി മത്സരിക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ ED പുറത്തുവിടുന്നത്. മലപ്പുറം ജില്ലയിലും ഇതുപോലെ നിരവധി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി പുറത്തു വരുന്നുണ്ട്. നമ്മൾക്കറിയാം ഭീകരവാദ ജിഹാദി ഗ്രൂപ്പുകൾക്ക് വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടാവുകയും അവർക്ക് അവിടെ രഹസ്യമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനായിട്ട് പഴയ കാലത്തുള്ള പല ജിഹാദി ഗ്രൂപ്പുകളുടെ നേതാക്കന്മാരും വലിയ രീതിയിൽ പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ
മറ്റുള്ളവരെയൊക്കെ സുഖകരമായിട്ട് സേഫായിട്ട് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയും അല്ലെങ്കിൽ SDP പോലുള്ള ഒരു പ്രസ്ഥാനത്തെയും കൃത്യമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഗ്രൗണ്ട് തലത്തിൽ ഒരുപാട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ തന്നെയാണ് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിലേക്കുള്ള ഒരുപാട് കാര്യങ്ങളായിട്ട് വളർന്നു വരാനുണ്ടായ സാധ്യത ഏറിക്കൊണ്ടേയിരുന്നത്. ഇത് ഏറുക മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് എവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെങ്കിലും അതിൽ ഒരു പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ ഉണ്ടാകാനുള്ള എല്ലാവിധ സാഹചര്യമുണ്ട്. അവർ ഇപ്പോൾ പ്രതിഷേധ സമരങ്ങൾ പോലും നടത്തുന്നു. പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് രാജ്യത്തിന്റെ ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്ന രീതിയിലേക്കുള്ള പല കാര്യങ്ങളും ഇവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. നമ്മൾക്കറിയാം, കേരളത്തിൽ ഒരു ലവ് ജിഹാദ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ലവ് ജിഹാദിൽ അകപ്പെട്ട ഒരു പെൺകുട്ടിയെ കോടതി വിമോചിപ്പിച്ച സമയത്ത് പൂർണ്ണമായിട്ടും ജിഹാദി ഭീകരവാദികൾ ഹൈക്കോടതിയിലേക്ക് നടത്തിയ മാർച്ചിന്റെ അടിസ്ഥാനത്തിൽ ജഡ്ജിയെ പോലും കൊലപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളും ഭീഷണി സ്വരങ്ങളുമായിരുന്നു ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാനായിട്ട് ഒരു ഭീകരവാദ പ്രസ്ഥാനത്തിന് നമ്മുടെ കേരളത്തിൽ അതിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെ കേരളത്തിലെ അധികാരത്തിലിരിക്കുന്ന CPM-ഉം കോൺഗ്രസും അല്ലെങ്കിൽ പ്രതിപക്ഷ പ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇത്രയും കാലം നമ്മുടെ കൊച്ചു കേരളം ഭരിച്ചിട്ട് ഇവർക്കെതിരെ ഒരു ചെറു വിരലനക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മൾക്കറിയാം. ഇങ്ങനെ ഒരു സംഭവം അവർക്കെതിരെ ഒരു രീതിയിലും എടുക്കാനായിട്ട് ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ തയ്യാറായിട്ടില്ല. അടിസ്ഥാനപരമായിട്ട് BJP എന്ന് പറയുന്ന പ്രസ്ഥാനം മാത്രമാണ് ഈ പറയുന്ന ഭീകരവാദികളെ നേരിടുന്നതിനോ അതിനെ ചെറുത്ത് നിൽക്കുന്നതിനോ അവരെ പരാജയപ്പെടുത്തുന്നതിനായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് SDP-യുടെ ഒപ്പം നിന്നുകൊണ്ട് CPM-ഉം കോൺഗ്രസും തന്നെയാണ്, തർക്കമില്ല. ഇന്നലെ പോലും CPM-ന്റെ ഒരു നേതാവ് ഒരു മാധ്യമത്തിലിരുന്ന് സംസാരിക്കുന്നത് കേട്ടു, അല്ലെങ്കിൽ ഒരു ചർച്ചയിലിരുന്ന് സംസാരിക്കുന്നത് കേട്ടു. SDP-യുടെ നിലവിൽ കിട്ടിയിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ SDP ഒരു തീവ്രവാദ സംഘടനയാണെന്ന് പറയാനായിട്ട് സാധിക്കില്ലെന്നും അവരെ നിരോധിക്കാനുള്ള സാഹചര്യം ഇന്ന് നമ്മുടെ രാജ്യത്തില്ല എന്നുള്ള രീതിയിലേക്കാണ് CPM നേതാവ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഭീകരവാദികളുടെ പ്രവർത്തനത്തിനെതിരെ നിൽക്കാനായിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറാകില്ല എന്നുള്ളതിന്റെ പൂർണ്ണ രൂപമാണ് ഇതുപോലെയുള്ള പ്രസ്താവനകൾ, സപ്പോർട്ടായിട്ടുള്ള പ്രസ്താവനകൾ SDP-ക്ക് അനുകൂലമായിട്ട് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള രാഷ്ട്രീയക്കാരുള്ള സ്ഥലത്ത് കേരളത്തിൽ ഭീകരവാദികളുടെ എണ്ണം നിരന്തരം വർദ്ധിക്കാനുള്ള എല്ലാവിധ സാഹചര്യമുണ്ട്. പക്ഷെ കേന്ദ്രം ഭരിക്കുന്നത് ഇവരുടെ കഷ്ടകാലത്തിന് BJP-യും നരേന്ദ്രമോദിയുമാണെന്നുള്ളത് ഇവർക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത രീതിയിലാണ് ഇവരുടെ വലിയ തരത്തിലുള്ള ആസൂത്രണ നീക്കങ്ങളെല്ലാം നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തിനെതിരെ ഇവർ ഏത് സംസ്ഥാനത്ത് നിന്ന് നടത്തിയാലും അതിനെ നശിപ്പിക്കാനായിട്ടുള്ള എല്ലാവിധ സജീവമായിട്ടുള്ള കാരണങ്ങളും നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെയും അല്ലെങ്കിൽ ഭീകരവാദ വിരുദ്ധ സ്ക്വാഡുകളുടെ കയ്യിലുമുണ്ട് എന്നുള്ളതിൽ 1% പോലും തർക്കമില്ലാത്ത തരത്തിലാണ്. കേന്ദ്രസേനയെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലുള്ള റെയ്ഡുകൾ നടത്തിക്കൊണ്ട് പൂർണ്ണമായിട്ട് പോകുന്നത്. SDP-യുടെ സംസ്ഥാന കാര്യാലയം, ദേശീയ കാര്യാലയം, അതോടൊപ്പം തന്നെ മലപ്പുറത്ത് ഇതുപോലെ തീവ്രവാദികളുടെ സമ്മർദ്ദത്തിന്മേൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന തരത്തിലേക്കൊക്കെ SDP പോകുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇവർക്ക് ഭീകരവാദ ബന്ധമുണ്ട്. രാജ്യത്തെ നിരോധിക്കപ്പെടേണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിൽ ഒരു തെല്ലും സംശയമില്ലാത്ത തരത്തിലേക്കാണ് കാര്യങ്ങൾ നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയാണ് നമ്മൾക്ക് ഏറ്റവും പ്രധാനം, രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. അതിന് ഇതുപോലെയുള്ള സംഘടനകൾ പൂർണ്ണമായിട്ടും നമ്മുടെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ടതുണ്ട്. അതാണ് നരേന്ദ്രമോദി സർക്കാർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്.